സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. കൂട് മുളച്ച് നിൽക്കുന്ന ഇത് മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഒരു തെക്കുംഭാഗം ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ മലങ്കര ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത്. കനാലാണിത്. അപ്പൊ ഇടത്ത് സൈഡിൽ കനാലാണ്. അപ്പൊ ഞാൻ കനാലിലേക്ക് ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് വനം പോലെ തന്നെയല്ലേ. ലെഫ്റ്റ് സൈഡ് കനാല്, റൈറ്റ് സൈഡ് ഇങ്ങനെ വനം പോലെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്നിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ. ഇതൊരു ചെറിയൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. സംസാരിച്ചിരിക്കാനും ഫുഡൊക്കെ കൊണ്ടുവരണം. ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരു വെള്ളച്ചാട്ടം കണ്ടോ, അതിമനോഹരല്ലേ അത് കാണാൻ. ആകാശത്തിന്റെ നീലയും വൈറ്റും കൊണ്ടുള്ള കളറും പച്ചപ്പും ഇതെല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം മലങ്കര എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ നേരെ മലങ്കര ഡാമിന്റെ അങ്ങോട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പൊ അവിടെ അത്യാവശ്യം ചായ കിട്ടും, അത്യാവശ്യം കഴിക്കാനും കിട്ടും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് മലങ്കര ഡാം. ഡാമിന്റെ ഷട്ടർ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഡാമിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പെർമിഷൻ ഉണ്ട്. പക്ഷെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കില്ല. അതൊരു മിനി പവർ സ്റ്റേഷൻ ആണ് കേട്ടോ. ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മൂവാറ്റുപുഴയാണ്. അപ്പൊ ഈ ഡാം 8 മണി തൊട്ട് 5:30 വരെയാണ് ഡാമിലേക്കുള്ള പ്രവേശന സമയം. പിന്നെ പാർക്കുണ്ട്. പാർക്കിലേക്കുള്ളത് 8 മണി തൊട്ട് 7 മണി വരെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ വഴി കിടക്കുന്നത്. ഇതിലെയാണ് നമ്മൾ ഡാമിലേക്കും ചിൽഡ്രൻസ് പാർക്കിലേക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ ഇത് കാണും മലങ്കര ഡാം. അപ്പൊ അതിലെ നമ്മൾ വണ്ടിയും കൊണ്ട് പോവുക. ഇവിടെയാണ് നമ്മൾ പാസ് എടുക്കുന്നത്. കുട്ടികൾക്ക് 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 5 രൂപയും 12 വയസ്സ് മുകളിലേക്കുള്ളവർക്ക് 20 രൂപയാണ്. ഇത് കണ്ട് പാർക്ക് അടിപൊളി രസമാണ്. ഈ പാർക്കാണ്. കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ തൊഴിൽ റോഡിൽ വരുന്നവര് ഈ മലങ്കര ഡാം ഒന്ന് കയറി കണ്ട് പാർക്കിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അതൊരു നഷ്ടമേ അല്ല. നമ്മുടെ മനസ്സ് ഭയങ്കര കുളിർമയാവും. അതേ കണ്ടോ, ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് എന്ത് രസമാണെന്നറിയോ. അടിപൊളി ഭംഗിയാണ് ഈ പാർക്കും പാർക്കിന്റെ ചുറ്റും കാണാന്. മലങ്കര കാണാൻ വരുന്നാൽ തന്നെ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. അത്രമാത്രം കാണാനുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഡാമിന്റെ അങ്ങോട്ടാണ് പോണത്. വീടുകളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പറ്റില്ല. അപ്പം ചിൽഡ്രൻസ് പാർക്കിന്റെ മലങ്കര ഡാമിന്റെയൊക്കെ വിശേഷങ്ങൾ എത്രയാണ്. ഇവിടെ ചേട്ടന്മാര് ചൂണ്ടൊക്കെ ഇട്ടുന്ന ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർത്ഥയാത്രയ്ക്ക് വന്നവരാണ് കേട്ടോ. മുണ്ടക്കയം വള്ളിയങ്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോയവരാണ്. അപ്പൊ ആ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ മേടിച്ചു കുടിച്ചിരിക്കുകയാണ്. ഇത് ഹില്ലിയക്കോയുടെ കമ്പനിയാണ്. സർക്കാരിന്റെ വെള്ളം ആണ് ഹില്ലിയക്കോ. 10 രൂപ 1 ലിറ്ററിന്. അത് ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അപ്പൊ ശരി.